സംസ്ഥാനത്ത് വൻ സാമ്പത്തിക പ്രതിസന്ധി മുന്നറിയിപ്പ് നൽകി പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലിന്റെ പുതിയ സിവിൽ അക്കൗണ്ട് റിപ്പോർട്ട്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ബഡ്ജറ്റ് പ്രതീക്ഷകളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി ഉയർന്നത്. ഈ സാമ്പത്തിക വർഷം ജൂലൈ വരെയുള്ള ആദ്യ 4 മാസത്തെ സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി 16,862 കോടി രൂപയായി കുതിച്ചുയർന്നു. പുതുക്കിയ ബഡ്ജറ്റിൽ വർഷം മുഴുവനിലേക്കുമുള്ള സർക്കാർ കണക്കാക്കിയിരുന്ന ആകെയുള്ള റവന്യൂ കമ്മി 37,355 കോടി രൂപയായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 1/3 പൂർത്തിയാകുമ്പോഴേക്കും ബജറ്റ് ലക്ഷ്യത്തിന്റെ പകുതിയോളം കമ്മിയിലെത്തി എന്നത് ധനവകുപ്പിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 16,84,000 കോടി രൂപയായിരുന്നു റവന്യൂ കമ്മി. വരവുകളുടെ കാര്യം പരിശോധിച്ചാൽ ആദ്യ 4 മാസത്തെ ആകെ റവന്യൂ വരുമാനം 44,267 കോടി രൂപയാണ്. അതിൽ നികുതി വരുമാനം മാത്രം 37,000 കോടി രൂപ വരും. ഈ വർഷത്തെ അതേ കാലയളവിനേക്കാൾ നികുതി വരുമാനത്തിൽ 4,662 കോടിയുടെ വർധനവുണ്ടായി. കേന്ദ്ര കണക്കുകൾ പ്രകാരം ആദ്യ 4 മാസത്തെ സംസ്ഥാനത്തിന്റെ GST വരുമാനം 12,864 കോടി രൂപയാണ്. കൂടാതെ നികുതിയേതര വരുമാനം ഉയർന്ന് 6,000 കോടിയോളം എത്തി. എന്നാൽ മുൻവർഷത്തേക്കാൾ 5,200 കോടി രൂപ വർദ്ധിച്ചപ്പോൾ മറുവശത്ത് റവന്യൂ ചെലവ് 6,000 കോടിയോളം വർദ്ധിച്ച് 61,130 കോടി രൂപയിലെത്തിയതാണ് സകല കണക്കൂട്ടലുകളും തെറ്റിച്ചത്. വരുമാന വർധനവിനേക്കാൾ ചെലവുകൾ ഉയർന്നതോടെ റവന്യൂ കമ്മി നിയന്ത്രണ വിധേയമല്ലാത്ത തലത്തിലേക്ക് വളരുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി ബജറ്റ് പ്രതീക്ഷകൾ തെറ്റിച്ച് കുതിച്ചുയർന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രാന്റുകളിൽ ഉണ്ടാകുന്ന വൻ കുറവും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശിക സൃഷ്ടിക്കുന്ന ഭീമമായ ഭാവി ബാധ്യതകളുമാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ ആകെ 11,932 കോടി രൂപയാണ് കേന്ദ്രം ഗ്രാന്റായി സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആദ്യ 4 മാസം പിന്നിടുമ്പോൾ കേവലം 505 കോടി രൂപ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന ഖജനാവിലേക്ക് എത്തിയത്. ലഭിക്കേണ്ട തുകയുടെ ഒരു ചെറിയ ശതമാനം മാത്രം കയ്യിലെത്തിയത് ഖജനാവിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും വികസന പദ്ധതികളുടെ നിർവഹണത്തെയും കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. അതിന് പുറമെയാണ് സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയുള്ള ക്ഷാമബദ്ധ നൽകുമ്പോഴുണ്ടാകുന്ന ഭീമമായ അധിക ബാധ്യത. ജീവനക്കാർക്ക് കൃത്യമായി DA അനുവദിച്ചു നൽകിയാൽ അത് ഈ ഇനത്തിലെ റവന്യൂ ചിലവ് ഇനിയും കുത്തനെ ഉയർത്തുമെന്ന് IG റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കേന്ദ്രവിഹിതത്തിലെ തടസ്സങ്ങളും ആഭ്യന്തര കടമെടുപ്പിലെ നിയന്ത്രണങ്ങളും നിലനിൽക്കെ DA ബാധ്യതകൾ കൂടിയാകുമ്പോൾ വരും മാസങ്ങളിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാകും ധനവകുപ്പ് നേരിടേണ്ടി വരിക. വരവ് ചെലവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ മൂലം റവന്യൂ കമ്മി ബജറ്റ് പ്രതീക്ഷകൾ തെറ്റിച്ച് കുതിച്ചുയരുമ്പോൾ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ അടിയന്തര ചിലവ് ചുരുക്കൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ധനവകുപ്പ്. വരാനിരിക്കുന്ന അടുത്ത സംസ്ഥാന ബഡ്ജറ്റ് തയ്യാറെടുപ്പുകൾക്കായി പുറപ്പെടുവിച്ച ഔദ്യോഗിക സർക്കുലറിലാണ് ധനവകുപ്പ് എല്ലാ വകുപ്പുകൾക്കും ഭരണ നേതൃത്വങ്ങൾക്കും കടുത്ത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഖജനാവ് നേരിടുന്ന കടുത്ത പണലഭ്യത കുറവ് കണക്കിലെടുത്ത് അനാവശ്യമായ യാതൊരു ചെലവുകളും പാടില്ലെന്നും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പുതിയ സ്ഥാപനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ നിലവിൽ വിവിധ വകുപ്പുകളുടെ കീഴിൽ നടക്കുന്ന പദ്ധതികളിൽ സാമ്പത്തികമായോ ലാഭകരമായോ അല്ലെങ്കിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാത്തതോ ആയ പദ്ധതികൾ പൂർണ്ണമായും ഒഴിവാക്കാനോ നിർത്തിവെക്കാനോ ധനവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഡംബര ചെലവുകൾക്കും ഭരണപരമായ അനാവശ്യ ചെലവുകൾക്കും പൂർണ്ണമായി തടയിട്ട് സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വരും മാസങ്ങളിൽ നിത്യനിദാന ചെലവുകൾക്ക് പോലും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് ധനവകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുമാനത്തിൽ വർധന ഉണ്ടായിട്ടും ചിലവുകൾ അനിയന്ത്രിതമായി ഉയരുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ വീണ്ടും ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുകയാണ്. വരും മാസങ്ങളിൽ കേന്ദ്രവിഹിതത്തിലെ തടസ്സങ്ങളും ആഭ്യന്തര കടമെടുപ്പുകളിലെ നിയന്ത്രണങ്ങളും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.